എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഒന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ വളരെ മർമ്മപ്രധാനമായ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, അവസാനം വരെ നിങ്ങൾ കേൾക്കണം. എന്നാലേ അതിൻ്റെ മർമ്മത്തിലോട്ട് നമ്മൾ കടക്കത്തുള്ളൂ, ആ മർമ്മം നമ്മൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇനി ഇതൊരു മർമ്മം മാത്രമല്ല, അത് നമ്മൾക്ക് വലിയൊരു വിടുതൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവം തരുവാനായിട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ വലിയൊരു പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ വലിയൊരു പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ലഭിക്കുവാനായിട്ട് പോവുകയാണ്. ആ ഒരു മർമ്മത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾക്കറിയാം നമ്മളെവിടെയാണ് നിൽക്കുന്നത്. നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നത് ഒരു ഒരു യുദ്ധക്കളത്തിലാണ് നിർത്തിയിരിക്കുന്നത്, അല്ലേ? ഓരോ ക്രിസ്ത്യാനിയും ദൈവം നിർത്തിയിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ മുഖത്താണ് നിർത്തിയിരിക്കുന്നത്. ആരോടുള്ള യുദ്ധം? പിശാചിനോടുള്ള യുദ്ധത്തിൻ്റെ മുഖത്താണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്, അല്ലേ? എന്ന് വെച്ചാൽ ഈ പിശാച് നമ്മൾക്കെതിരെ, അതായത് ദൈവത്തെ ആരാധിക്കുന്ന മക്കളെ തകർത്ത് കളയുക എന്നൊരൊറ്റ ലക്ഷ്യവുമായിട്ട് പിശാച് നമ്മളുടെയൊക്കെ പുറകെ കൂടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ തകർക്കണം, ഇത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഇതാണ് നമ്മളുടെ ദൈവത്തിൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പിശാച് നമ്മളെ തകർക്കാതിരിക്കുവാനായിട്ട് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ? സർവായുധ വർഗം ധരിക്കണമെന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിനകത്ത് പൗലോസിനെ കൊണ്ട് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? ഒരു സർവായുധ വർഗം നമ്മൾ ധരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സർവായുധ വർഗത്തെക്കുറിച്ചൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വർഷം മേലെയായി ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്, ഒരു എപ്പിസോഡ്, കുറേ എപ്പിസോഡ്, ഒരു 10, 12, 13 എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ അതിനകത്ത് ഈ സർവായുധ വർഗത്തെക്കുറിച്ചും ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് ആ സർവായുധ വർഗം മുഴുവൻ ഞാൻ എടുക്കുന്നില്ല. അതിനകത്ത് ഒരൊറ്റ ടോപ്പിക്ക്, ഒരൊറ്റ ആയുധത്തെക്കുറിച്ചും, ഒറ്റ ആയുധം അത് ധരിക്കുന്നതിൻ്റെയും പ്രത്യേകതയും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ഇത് ഞാൻ വെറുതെ സംസാരിക്കുന്നതല്ല, ദൈവം വ്യക്തമായി എന്നോട് സംസാരിച്ച വിഷയമാണ്. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞു 10 വയസ്സും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ 10 വയസ്സിനപ്പുറം അവരെ കടത്തത്തില്ലെന്ന് പറഞ്ഞ് ഒരു വൈശാചിക പോരുണ്ടെന്ന് പറഞ്ഞ് അന്നേരമാണ് ദൈവം എന്നോട് ഈ രക്ഷ എന്ന ശിരസ്ത്രം, അതിനെക്കുറിച്ച് ദൈവം എന്നോട് വ്യക്തമായിട്ട് ഇടപെട്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഇന്നലെ തന്നെ അതിൻ്റെ കൂടുതൽ സംസാരിച്ചു വിടാതെ ഞാൻ ഇന്നതൊരു പ്രത്യേക ടോപ്പിക്കായിട്ട് തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓർക്കുക, ഈ രക്ഷ എന്ന ശിരസ്ത്രം, അല്ലേ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിനകത്താണ് പറഞ്ഞിരിക്കുന്നത്, രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ധരിപ്പിക്കുകയല്ല, അത് ദൈവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമ്മളത് ധരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് എങ്ങനെയാണ് നമ്മൾ ധരിക്കേണ്ടത് എന്നാണ് ഞാനിന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹെൽമെറ്റ്, അല്ലേ? ഇത് ഹെൽമെറ്റാണത്. ഈ സാൽവേഷൻ, ടേക്ക് ദ ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൂടാതെ POC ബൈബിളിൽ രക്ഷയുടെ പടത്തൊപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ പടക്കളത്തിൽ പടയാളികൾ ധരിക്കുന്നത് ഈ പടത്തൊപ്പി, അല്ലേ? എന്ന് വെച്ചാൽ ഇതാണ് ഇമ്പോർട്ടൻ്റ്, നമ്മളുടെ തലയാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതെങ്ങനെയാണ്? നമ്മൾക്കറിയാം നമ്മൾ 2 വീലറൊക്കെ ഓടിക്കുന്നവരാ, അല്ലേ? 2 വീലർ ഓടിക്കുമ്പോൾ നമ്മളോട് എന്താണ്? ഹെൽമെറ്റ് ധരിക്കണമെന്ന് നിർബന്ധമാണ്, അല്ലേ? ഇനി ബോധമുള്ളവർ എപ്പോഴും അത് ധരിക്കും. ഇനി പോലീസ് ഉണ്ടെങ്കിലും പോലീസ് ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് അറിവുള്ളവർ അതെന്ത് ചെയ്യും? ഹെൽമെറ്റ് ധരിക്കും. ഇനി അല്ലാത്തവർ പോലീസിനെ പേടിച്ചാണെങ്കിൽ ഹെൽമെറ്റ് ധരിക്കും. ഇനി എന്തിനെ ഹെൽമെറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്? നമ്മൾക്കറിയാം, എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുമോ, നമ്മൾ വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? വീഴുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം നമ്മളുടെ തലയ്ക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടണം. എന്ന് വെച്ചാൽ ബാക്കി ശരീരഭാഗങ്ങൾക്ക് എന്തെങ്കിലും മുറിവോ ചതവോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഭേദപ്പെടുത്തി എടുക്കാം. എന്നാൽ തലയ്ക്ക് മാരകമായ മുറിവുകൾ പറ്റിയാൽ എന്തേ ഉള്ളൂ? പിന്നെ മരണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ തലയ്ക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. അല്ലെങ്കിൽ തലച്ചോറിന് ഒക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ശരീരം മുഴുവൻ ഫ്രീ ആയിട്ട് ഇരുന്നിട്ടും കാര്യമില്ല, ആ ശരീരം നിശ്ചലമായി പോകും, അല്ലേ? നമ്മൾക്കറിയാം, ഒരു രക്തക്കുഴൽ, തലച്ചോറിലുള്ള ഒരു രക്തക്കുഴൽ, രക്തയോട്ടം, ഇതൊക്കെ ഒന്ന് നിലച്ചാൽ മതി, ശരീരം മുഴുവൻ നിശ്ചലമാകും. നമ്മൾക്കറിയാം, ഞാനതൊന്ന് പറഞ്ഞു തരട്ടെ, സയൻസ് ഒക്കെ പഠിച്ചവർക്കൊക്കെ അറിയാം, അല്ലേ? നമ്മൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ്. ഇനി അതൊന്നും പഠിച്ചില്ലെങ്കിൽ തന്നെ നമ്മൾക്കറിയാം തലയുടെ ഇമ്പോർട്ടൻ്റ് അറിയാം. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ നടക്കുമ്പോൾ ഇവർ തലയിടിച്ച് വീഴാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും, അല്ലേ? എന്നാൽ ഇതുങ്ങൾ തലയിടിച്ച് വീഴത്തുള്ളൂ. തലയിടിച്ച് വീഴാതെ നമ്മൾ പ്രത്യേകം അവരുടെ പുറകെ നടക്കും. എന്തുകൊണ്ടാണ്? ഈ തലയിടിച്ച് വീഴുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലുള്ള ചില വീഴ്ചകളൊക്കെ ചില കുഞ്ഞുങ്ങൾക്ക് ഈ ഓട്ടിസം ഒക്കെ വരുന്നതിന് കാരണമാകാറുണ്ട്. എന്ന് വെച്ചാൽ
അവരുടെ തലച്ചോറിനൊക്കെ ക്ഷതം പറ്റി കഴിയുമ്പോൾ അവർക്ക് ഓട്ടിസം പോലുള്ളതൊക്കെ വരും എന്ന് ഞാൻ അങ്ങനെ കുറച്ച് ബുക്കുകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. ആധികാരികതയൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ സയൻസാണ് പഠിച്ചത്, എന്നാലും അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറയുവാനായിട്ട് പോകുന്ന സബ്ജക്റ്റ് എന്താണെന്ന് അറിയാം. ഈ രക്ഷ എന്ന ശിരസ്ത്രം അത് നമ്മൾ ധരിക്കണം. കാരണം ഈ പിശാച് നമ്മളുടെ ചിന്താമണ്ഡലത്തെയാണ് എൻട്രി പോയിൻ്റായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവൻ്റെ റൂട്ട്, ഇവൻ്റെ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ചിന്താമണ്ഡലമാണ്. ഇവൻ കയറുവാൻ ശ്രമിക്കുന്ന ഇടം എന്ന് പറയുന്നത് നമ്മളുടെ ചിന്താമണ്ഡലമാണ്. നമ്മൾക്ക് പല വിധത്തിലുള്ള ചിന്തകൾ കൊണ്ടുവരും, നമ്മൾക്ക് നിരാശ കൊണ്ടുവരും, അതുപോലെ തന്നെ നമ്മളെ മോശം സ്വഭാവങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ എല്ലാം ഈ എൻട്രി എവിടെ നിന്നാണ്? ചിന്താമണ്ഡലമാണ് അല്ലേ? നമ്മൾക്ക് നിരാശ കൊണ്ടുവരുന്നത്, നമ്മൾക്ക് സന്തോഷം കൊണ്ടുവരുന്നത്, നമ്മൾക്ക് സമാധാനം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അസമാധാനം കൊണ്ടുവരുന്നത് എല്ലാം എവിടുന്നാണ്? ഈ ചിന്താമണ്ഡലമാണ് അല്ലേ? നമ്മളുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതും ഈ ചിന്താമണ്ഡലമാണ്. നമ്മളുടെ തലയാണ്, തലച്ചോറാണ് അല്ലേ? അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ തലച്ചോറിന് എന്തുണ്ടാകണം? ഒരു പ്രൊട്ടക്ഷൻ വേണം അല്ലേ? ദൈവം ഓൾറെഡി അത് പ്രൊട്ടക്റ്റ് ചെയ്തൊക്കെ അല്ലേ നമ്മൾക്ക് തലയുടെ മുകളിലൊരു കവറൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. പക്ഷേ അതുകൂടാതെ നമ്മുടെ ഒരു വിശ്വാസി അല്ലെ, ഒരു ക്രിസ്ത്യാനി എന്ത് ധരിക്കണം? രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? പിശാചിൻ്റെ അറ്റാക്ക് മുഴുവൻ വരുന്നത് നമ്മളുടെ ചിന്താമണ്ഡലത്തിലൂടെയാണ്. ഓക്കെ, ഇവൻ ചിന്താമണ്ഡലത്തിലൂടെ കടന്നു കഴിഞ്ഞു കഴിയുമ്പോൾ എന്താണ്? ഇവൻ പല വിധത്തിൽ കടന്ന് നമ്മളുടെ ശരീരത്തെ മുഴുവനും ഇവൻ അടിമപ്പെടുത്തും. എന്ന് വെച്ചാൽ നമ്മളെ രോഗികളാക്കും, നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോകും, നമ്മളെ എന്താണ് പറയുക, നമ്മളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന വിധത്തിലുള്ള ചിന്തകളൊക്കെ എവിടുന്നാണ് വരുന്നത്? ഈ ചിന്താമണ്ഡലത്തിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഇവൻ്റെ എൻട്രി പോയിൻ്റാണ് ഈ ചിന്താമണ്ഡലം എന്ന് പറയുന്നത്. ഈ ചിന്താമണ്ഡലത്തിൽ കിടന്നിട്ട് ഇവന് വേറെ നമ്മളുടെ ബോഡിയിലോട്ടൊക്കെ പ്രവേശിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു മനുഷ്യനെ തകർത്ത് കളയുവാൻ, അവനെ ഇല്ലാതാക്കുവാൻ, അവനെ ശൂന്യമാക്കുവാൻ പിശാചിൻ്റെ എൻട്രി പോയിൻ്റാണ് നമ്മളുടെ ചിന്താമണ്ഡലം എന്ന് പറയുന്നത്. വേറെ എങ്ങോട്ടും അല്ല അവൻ്റെ ആദ്യത്തെ എൻട്രി. എങ്ങോട്ടാണ്? ഇവൻ ആദ്യം ലക്ഷ്യം വെക്കുന്നത് ചിന്താമണ്ഡലമാണ്. ഇനി യുദ്ധക്കളത്തിലോട്ട് ഒന്ന് പോയി നോക്കിക്കും, നമ്മുടെ ആക്ഷരികമായിട്ടുള്ള യുദ്ധത്തിനകത്തോട്ട് പോയിക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ആദ്യം അവരുടെ തലയൊന്ന് അറുത്ത് മാറ്റാനാണ് എതിരായിട്ടുള്ള ഇവർ ശ്രമിക്കുന്നത്, ശത്രുപക്ഷം ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ അവരെ തീർത്ത് കളയാൻ, ജീവിതം ഇല്ലാതാക്കുവാനാണ് ആര് ശ്രമിക്കുന്നത്? എതിർപക്ഷം ശ്രമിക്കുന്നത്. അതുപോലെ തന്നെയാണ് പിശാച് നമ്മളെ നശിപ്പിച്ചു കളയുവാൻ, ഒപ്പം നമ്മുടെ നിത്യജീവനിൽ നിന്ന് നമ്മളെ തകർത്ത് കളയുവാൻ അല്ലേ? ഇതിനൊക്കെയാണ് പിശാച് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവനെ തകർത്ത് നമ്മൾക്ക് ജീവിച്ചിരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ രക്ഷയുടെ ശിരസ്ത്രം നമ്മൾ ധരിച്ചേ മതിയാകത്തുള്ളൂ. രക്ഷയുടെ ശിരസ്ത്രമില്ലാതെ നമ്മൾ എന്ത് ധരിച്ചു നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഇവൻ ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് ചിന്താമണ്ഡലത്തെ, ശിരസ്സിനെ അറ്റാക്ക് ചെയ്യുന്നത്, ചിന്താമണ്ഡലത്തെ അറ്റാക്ക് ചെയ്യുന്നത്. ബാക്കി എല്ലായിടവും കവർ ചെയ്തിരുന്നിട്ട് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കും, ഈ തല പൊക്കത്തിലോട്ടില്ലാതെ വേറെ ഉടൽ മാത്രമായിട്ട് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, അത് വേസ്റ്റാണ് അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ചിന്താമണ്ഡലത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ തലയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതെങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? രക്ഷ എന്ന ശിരസ്ത്രം നമ്മൾ ധരിക്കണം, അല്ലെങ്കിൽ രക്ഷയുടെ പടത്തൊപ്പി നമ്മൾ ധരിക്കണം. അതെങ്ങനെയാണ് നമ്മൾ ധരിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന് ആധാരമായിട്ട് റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഓക്കെ, ഇനി അത് POC ബൈബിൾ, അതായത് കത്തോലിക്ക ബൈബിളിനകത്ത് പറയുന്നത്, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും എന്നവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് ദൈവം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ രക്ഷ പ്രാപിച്ചിരിക്കുന്നവരെ എന്ത് ധരിപ്പിക്കത്തുള്ളൂ? ഈ രക്ഷയുടെ ശിരസ്ത്രം ധരിപ്പിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഈ രക്ഷയുടെ ശിരസ്ത്രം ലഭിക്കത്തുള്ളൂ. ഈ രക്ഷിക്കപ്പെടുന്നവരെ ദൈവം തന്നെ രക്ഷയുടെ ശിരസ്ത്രം ധരിപ്പിക്കും. ഇനി ഇത് ധരിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ രക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മളാണ് ധരിക്കേണ്ടത്. എങ്ങനെയാണ് ധരിക്കേണ്ടത്? നമ്മൾ രക്ഷിക്കപ്പെടണം. എങ്ങനെയാണ് രക്ഷിക്കപ്പെടേണ്ടതെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുക. എങ്ങനെയാണ് രക്ഷിക്കപ്പെടേണ്ടത്? നമ്മൾ എന്ത് വിശ്വസിക്കണം? യേശു കർത്താവാണെന്ന് നമ്മൾ വിശ്വസിക്കണം. യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്തൃത്വം നടത്തുന്നവൻ, അല്ലെങ്കിൽ സൃഷ്ടിച്ചവൻ, അല്ലെങ്കിൽ ജീസസ് ഈസ് ദ ലോർഡ്. യേശു ദൈവമാണ്, യേശു കർത്താവാണ് അല്ലേ? ഇത് നമ്മൾ അങ്ങ് വിശ്വസിക്കണം. ഇത് വിശ്വസിച്ചാൽ മാത്രം മതിയോ?
യേശു ദൈവമാണെന്ന് നമ്മളത് വാ കൊണ്ട് ഏറ്റു പറയണം. ഇനി ഇത് എന്തിനാ വാ കൊണ്ട് ഏറ്റു പറയുന്നത്? നമ്മളുടെ വിശ്വാസം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ വാ കൊണ്ട് അത് ഏറ്റു പറയത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുമോ? ഇല്ല, വിശ്വാസം ഉള്ളതേ പറയത്തുള്ളൂ. അതുകൊണ്ട് യേശു ദൈവമാണെന്ന് നമ്മൾ വാ കൊണ്ട് ഏറ്റു പറയണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അധരം കൊണ്ട് നീ ഏറ്റു പറയണം. ഏറ്റു പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് വേറൊരാൾ പറയാനോ പറഞ്ഞു പറയിപ്പിക്കാനോ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് വാ കൊണ്ട് പറയണം. യേശു ദൈവമാണ്, യേശു കർത്താവാണ്, ജീസസ് ഈസ് ദ ലോർഡ്. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറയണം. യേശു ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ദൈവമാണ്, വേറെ ആരുമല്ല, യേശു ദൈവമാണ്. അത് നമ്മൾ എന്ത് പറയണം? നമ്മളത് വാ കൊണ്ട് ഏറ്റു പറയണം. ഇത് നമ്മൾ വാ കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. എന്ന് വെച്ചാൽ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നു അല്ലേ? നമ്മുടെ ഒരു നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു അല്ലേ? യഹൂദന്മാർക്ക് മാത്രമേ രക്ഷയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ലോകത്തെ മുഴുവൻ രക്ഷിച്ചെടുക്കുവാനായിട്ടാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നത്. ആ ബലിയർപ്പണം എന്ന് പറയുന്നതും ആ രക്ഷ എന്ന് പറയുന്നതും ദൈവം സൗജന്യമായിട്ട് നമ്മൾക്ക് തന്നിരിക്കുകയാണ്. യേശുക്രിസ്തുവിന് പൈസ കൊടുത്ത് ആരെങ്കിലും ക്രൂശിൽ തറപ്പിച്ചതാണോ? അല്ലേ? അല്ല അല്ലെ? അതൊക്കെ ഉണ്ട്. യൂദാസ് 30 വെള്ളിക്കാശൊക്കെ മേടിച്ച് ഒറ്റി കൊടുത്തു, അത് കഥയല്ല ഞാൻ പറയുന്നത് യേശുവിനോട് നമ്മൾ ആരെങ്കിലും പൈസ കൊടുത്തോ, അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാർ പൈസ കൊടുത്തോ, യേശുവേ നീ എനിക്ക് വേണ്ടി ഒന്ന് കാൽവരി ക്രൂശിൽ ബലിയാകുമെന്ന് പറഞ്ഞതാണോ? അല്ലേ? അല്ല. യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി സൗജന്യമായിട്ട് നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്ന് നമ്മൾക്ക് രക്ഷ നൽകിയിരിക്കുകയാണ്. ഇനി ആ രക്ഷ ഏറ്റെടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? എൻ്റെ ഉത്തരവാദിത്തമാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലൂടെ നമ്മളെ നിത്യമരണത്തിൽ നിന്ന് നമ്മളെ രക്ഷയിലേക്ക് ദൈവം കൈപിടിച്ചു അല്ലെ, ഉയർത്തിക്കൊണ്ടുവന്നു. ഇനി അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നിത്യതയ്ക്ക് വേണ്ടിയിട്ട്, നിത്യമരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചെടുക്കുവാനായിട്ട് അല്ലെ, നിത്യമരണത്തിന് നമ്മളെ വിട്ടുകൊടുക്കാതെ നമ്മൾക്കൊരു നിത്യത, സ്വർഗം നമ്മൾക്ക് തരുവാനായിട്ടാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ മക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കി തീർത്തു. അതെങ്ങനെയാണ്? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ അല്ലേ? അപ്പോൾ യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ എന്ത് ചെയ്യണം? അത് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഈ 2 കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരായി? രക്ഷിക്കപ്പെട്ടതിൻ്റെ ആദ്യ പടിയിലോട്ട് നമ്മൾ കടന്നു അല്ലേ? ഇനി രക്ഷിക്കപ്പെട്ട് കഴിയുന്ന വ്യക്തികളെ എന്താ ചെയ്യുന്നത്? ദൈവം അപ്പം തന്നെ രക്ഷയുടെ ശിരസ്ത്രം അല്ലെങ്കിൽ ഈ പടത്തൊപ്പി അങ്ങ് ധരിപ്പിക്കും. ഹെൽമെറ്റ്, സാൽവേഷൻ്റെ ഹെൽമെറ്റ്, അത് രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, രക്ഷിക്കപ്പെടാത്തവർക്കില്ല. എന്ന് വെച്ചാൽ യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവർക്ക് ഹെൽമെറ്റ് ഇല്ല, രക്ഷയുടെ ശിരസ്ത്രമില്ല. യേശു ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കാത്തവർക്കും എന്തില്ല? ഈ ഹെൽമെറ്റ് ഇല്ല. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുകയും വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത് രക്ഷ പ്രാപിച്ചിരിക്കുന്നവർക്ക് എന്ത് തന്നിരിക്കുകയാണ്? ദൈവം രക്ഷയുടെ ശിരസ്ത്രം തന്നിരിക്കുകയാണ്. ഇനി ഈ പടത്തൊപ്പി നമ്മളെ ധരിപ്പിച്ചു കഴിഞ്ഞു, ഈ രക്ഷയുടെ ശിരസ്ത്രം നമ്മളെ ധരിപ്പിച്ചു കഴിഞ്ഞു, നമ്മൾ നിൽക്കുകയാണ്. പിശാച് വന്നിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മളുടെ ചിന്താമണ്ഡലത്തെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഇനി അറ്റാക്ക് ചെയ്തെങ്കിൽ ഓർത്തോണം, എവിടെയോ എൻ്റെ രക്ഷ ചോർന്നു പോയിട്ടുണ്ട്. ഇനി ആ രക്ഷ എങ്ങനെയാണ് ചോർന്നു പോയിരിക്കുന്നതെന്നും നമ്മൾ തൻ്റെ വചനത്തിന് മുൻപിലിരുന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? പാപത്തിൽ നിന്ന്, വചനത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് പാപത്തിലേക്ക് പോയി, ദൈവത്തെ ഭയമില്ലാത്ത പാപത്തിലേക്ക് പോയി, അങ്ങനെ നമ്മൾ അതിൽ തന്നെ പാപത്തിൽ തന്നെ അങ്ങ് തുടരുവാണെങ്കിൽ എന്താണ്? രക്ഷ നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ രക്ഷയുടെ എന്ന് വെച്ചാൽ ഈ ഹെൽമെറ്റ് എന്തായിരിക്കണം? നല്ല മുറുക്കമുള്ള ഹെൽമെറ്റ് ആയിരിക്കണം അല്ലേ? നമ്മൾക്കറിയാം ഇവിടെ ഒരു കുരുക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് നല്ല ഉറപ്പുള്ള ഹെൽമെറ്റ് ആയിരിക്കണം, എന്നാലേ അതിന് പ്രൊട്ടക്ഷൻ ഉള്ളൂ. അതുകൊണ്ട് ഈ രക്ഷയുടെ ഹെൽമെറ്റ് നല്ല ഹെൽമെറ്റ് ആയിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ രക്ഷ നല്ല രക്ഷയായിരിക്കണം. നല്ല രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു ദൈവമാണ്. ദൈവം നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു അല്ലേ? അത് നമ്മൾ വാഗൊണ്ട് ഏറ്റുപറയുകയും കാൽവരി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുകയും ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സംഭവിച്ച ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ പറ്റുമോ? ദൈവത്തെ തള്ളിക്കളയുവാൻ പറ്റുമോ? പറ്റത്തില്ലല്ലേ? ആ ദൈവത്തോട് ചേർന്നേ ദൈവവചനത്തിനനുസരിച്ചേ നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്, അനുനിമിഷം ഓരോ ദിവസവും പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ദൈവമേ ഇന്ന് വന്നു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, അങ്ങനെയല്ലേ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്? പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ രക്ഷ നഷ്ടമാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ തള്ളി പറയാതെ ദൈവത്തിൻ്റെ ക്രൂശ് അല്ലേ, നമ്മുടെ എന്തിനാ ദൈവത്തിൻ്റെ ക്രൂശിൽ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ എന്താണ് നമ്മൾക്ക് പാപമോചനം ലഭിക്കുന്നത് അല്ലേ? കാരണം ദൈവം നമ്മൾക്ക് പാപമോചനം തരുന്നത് ഒരൊറ്റ വഴിയുള്ളൂ, യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി ചിന്തിയത്.
ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നമ്മൾ കഴുകപ്പെടേണ്ടത്, വേറെ ഒന്നിനാലുമല്ല കഴുകപ്പെടേണ്ടത്. അപ്പോൾ നമ്മൾ അനുനിമിഷം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം. അത് നമ്മൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഇത് നടക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മൾ അനുനിമിഷം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം. ദൈവമേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ ആ പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ അതിനെ ഉപേക്ഷിക്കണം. അതിനുള്ള കൃപ ദൈവത്തോട് ചോദിച്ച് മേടിക്കണം. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ രക്ഷയുടെ ഹെൽമറ്റ് ധരിച്ച് നമ്മൾ അനുനിമിഷം മുൻപോട്ട് പോവുകയാണ്. ഇനി നമ്മളെ തകർക്കുവാൻ പിശാചിന് പറ്റുമോ? പറ്റത്തില്ല. ഇത് ദൈവം ചിലരോട് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. ചിലർക്ക് കൂടെ കൂടെ തലവേദനകളിട്ട്, തലയ്ക്ക് മാരകമായ രോഗങ്ങളിട്ട്, ചില ക്യാൻസറുകളിട്ട്, ചില ബുദ്ധിഭ്രമങ്ങളിട്ട് ചിലരെ പിശാചിങ്ങനെ പിടികൂടിയിരിക്കുകയാണ്. രക്ഷയുടെ ശിരസ്ത്രം നീ ധരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഈ പൈശാചിക മണ്ഡലം, ആ പൈശാചികൻ കൊണ്ടിട്ട രോഗങ്ങൾ അതൊക്കെ തകർന്നു മാറും. ചിലർക്ക് മറവിയിട്ട്, ചിലർക്ക് ഏകാഗ്രത ഇല്ലാതാക്കി ചിന്താമണ്ഡലങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന, ചില കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ കഴിയാത്തവരുടെ ബുദ്ധിമണ്ഡലത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില ബന്ധനങ്ങളെയൊക്കെ ദൈവം അഴിക്കും. എങ്ങനെ അഴിക്കുന്നതെന്നറിയാമോ? രക്ഷ എന്ന ശിരസ്ത്രം നിന്റെ തലയിലോട്ട് കയറി കഴിയുമ്പോൾ ഇതൊക്കെ അഴിഞ്ഞു പോകും. ഇത് ദൈവത്തിൻ്റെ വചനമാണ് കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്ക് രക്ഷയുടെ ശിരസ്ത്രം ധരിപ്പിച്ചിട്ട് ചുമ്മാ ഓട്ടയുള്ള ഹെൽമെറ്റ് അല്ല നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്. നല്ല സ്വർഗത്തിൻ്റെ ഹെൽമെറ്റാണ്, നല്ല പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അതിൻ്റെ പഴുതില്ല, അതിനകത്തൂടെ കയറാൻ പിശാചിന് യാതൊരു പഴുതുമില്ല. അതുകൊണ്ട് പിശാച് എവിടെയൊക്കെ നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടോ അതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് രക്ഷയുടെ ശിരസ്ത്രം നമ്മൾ ധരിക്കണം. ധരിച്ചില്ല എങ്കിൽ ധരിക്കണം. ഇനി അതുകൂടാതെ അനുനിമിഷം നമ്മൾ പറയണം, യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവാണ്, യേശു എൻ്റെ കുടുംബത്തിൻ്റെ കർത്താവാണ്, യേശു എൻ്റെ തലമുറകളുടെ കർത്താവാണ്, യേശു എൻ്റെ ജീവിത പങ്കാളിയുടെ കർത്താവാണ്, യേശു എൻ്റെ പേരൻസിൻ്റെ കർത്താവാണ്. ഇതൊക്കെ നമ്മൾ അനുനിമിഷം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് എന്തിനാ പറയുന്നത്? കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്തൃത്വം നടത്തുന്നവൻ, അല്ലേ? നമ്മളെ സൃഷ്ടിച്ചവൻ. അപ്പോൾ ഈ യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ കർത്താവാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്? വേറെ ആർക്കും നമ്മളുടെ മേൽ കർത്തൃത്വം ഇല്ല എന്ന് നമ്മൾ അത് ഡിക്ലെയർ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞോണം. ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പറയിപ്പിച്ചോണം. എന്താണ്? യേശു എൻ്റെ കർത്താവാണെന്ന് അവരെയും കൊണ്ട് നമ്മൾ പറയിപ്പിക്കണം. അവർക്ക് പ്രായമാകുമ്പോൾ അവർ മനസ്സിലാക്കി എടുത്തോളും. അപ്പോൾ നമ്മളിപ്പോൾ അവരെയും കൊണ്ട് അങ്ങ് പറയിപ്പിക്കുക. എന്നിട്ട് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്താണ്? ദൈവം ഇങ്ങനെ മരിച്ചെന്നും ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെയുള്ള അവർക്കങ്ങ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് അവരുടെ ഉള്ളിൽ ഇങ്ങനെ വിശ്വാസമായിട്ട് അവരുടെ ജീവിതത്തിൽ അങ്ങ് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളും ഉറപ്പ് വരുത്തുക. അനുനിമിഷം ഓരോ ദിവസവും എഴുന്നേറ്റ് നമ്മൾ പറയുക, യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ കുടുംബത്തിൻ്റെ കർത്താവാണ്, യേശു എൻ്റെ തലമുറകളുടെ കർത്താവാണ്, ജീവിത പങ്കാളിയുടെ കർത്താവാണെന്ന് അനുനിമിഷം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരു പ്രാവശ്യം പറഞ്ഞ് നമ്മൾ നിർത്തരുതേ. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക, യേശു കർത്താവാണ്, യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ കർത്താവാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ജീസസ് ഈസ് ദ ലോഡ്, ജീസസ് ഈസ് മൈ ലോഡ് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ എന്താണ്? പൈശാചിക മണ്ഡലം തകരും കേട്ടോ. അവന് എൻട്രി ഇല്ലാതാകും. കാരണം നമ്മളുടെ വിശ്വാസം എന്ത് ചെയ്യും? നമ്മുടെ വിശ്വാസത്തോടെ പറയുമ്പോൾ അത് പ്രവൃത്തിയിലോട്ട് വരും. ഓക്കെ, അത് ക്രിയ ചെയ്യുവാനായിട്ട് തുടങ്ങും. ദൈവത്തിൻ്റെ വചനം എന്താണ്? അത് ദൈവമാണ്, അത് ക്രിയ ചെയ്യുവാനായിട്ട് തുടങ്ങും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ഉറപ്പ് വരുത്തുക. ആരെങ്കിലും പറഞ്ഞിട്ടില്ല എങ്കിൽ പറഞ്ഞോണം, യേശു ദൈവമാണ്, യേശു കർത്താവാണ്. ദൈവം മരിച്ചുയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദൈവം അവനെ ഉയർപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പറയുക. വചനം ഏതാണ്? റോമർ 10:9. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.